സതീശൻ തന്റെ വിശ്വരൂപം പുറത്തു കാണിച്ചു. അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകാൻ പ്രതിപക്ഷം തയ്യാറെടുക്കുകയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട MLA അവഹേളിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളെ തന്നെയാണ് അവഹേളിച്ചത്. കേരളം അദാനിക്ക് തീറെഴുതി കൊടുക്കുവാനുള്ള സതീശന്റെ പദ്ധതി ആരവസാനിപ്പിക്കും? ജനങ്ങളെല്ലാം കൂടി സതീശനെ ചിറകലേറ്റി മുഖ്യമന്ത്രിയാക്കിയത് ജനങ്ങൾക്ക് തിരിച്ചടിക്കുകയാണെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. ആദ്യമായി ഉണ്ടായത് ബക്കാഡിയ കമ്പനിക്ക് മദ്യമേഖല തകർക്കുവാൻ നടത്തിയ ശ്രമങ്ങളാണ്. മുൻപ് VS അച്യുതാനന്ദന്റെ കാലം മുതൽ ബക്കാഡിയ കമ്പനി നടത്തിയ വിഫല ശ്രമമാണ് ഇപ്പോൾ ഫലവത്താകാൻ പോകുന്നത്. മദ്യമേഖലയിൽ അതുണ്ടാക്കാവുന്ന പ്രതിഫലനങ്ങളെക്കാൾ VD സതീശനുണ്ടാക്കിയ സാമ്പത്തിക ഇടപാടുകൾ ആണെന്നാണ് പുറത്തുവരുന്ന ആരോപണം. സംസ്ഥാനത്തിന് ഗുണമാകുമെന്ന് കരുതിയല്ല ഈ ഭേദഗതികളൊന്നും വരുത്തുന്നതെന്നുള്ളതാണ് വിചിത്രം. VD സതീശൻ എന്ന വടക്കേടത്ത് ദാമോദര മേനോൻ മകൻ സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അച്ഛൻ്റെ പേര് പറയുകയാണെന്ന് പറഞ്ഞു. താനൊരു ഉന്നത കുലജാതനാണെന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ ശ്രമിച്ചതാണ് ജനങ്ങൾക്ക് സംശയം വർദ്ധിച്ചത്. അതായത് ദാമോദരൻ മേനോൻ എന്നൊരിക്കലും പറയുകയില്ല. അങ്ങനെ ഒരു പേര് സാധാരണഗതിയിൽ ഉച്ചരിക്കുന്നത് ദാമോദര മേനോൻ എന്നാണ്. സത്യത്തിൽ വടക്കേടത്ത് ദാമോദരൻ മകൻ സതീശൻ എന്നോ ദാമോദര മേനോൻ മകൻ സതീശൻ എന്നോ പറയേണ്ടിടത്താണ് വടക്കേടത്ത് ദാമോദരൻ മേനോൻ സതീശൻ എന്ന് പറഞ്ഞിടത്താണ് ഏച്ചുകെട്ടുണ്ടായത്. അത് ഉന്നത കുലജാതകനാണെന്ന് എടുത്തു കാണിക്കുവാൻ വേണ്ടി കാണിച്ച ഒരു പ്രയോഗമാണെന്ന് ആർക്കും സംശയമില്ല. അവിടെ മുതൽ സതീശന്റെ കയറ്റം അവസാനിച്ച് ഇറക്കം ആരംഭിക്കുന്നുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതിനിടയിലാണ് കരിമണൽ മുഴുവൻ അദാനിക്ക് തീറെഴുതി കൊടുത്ത് കേരളത്തെ മൊത്തത്തിൽ വിൽക്കാനുള്ള നീക്കം നടത്തുന്നതെന്നുള്ള ആരോപണം പുറത്തു വന്നത്. ആ വിൽപ്പന കൊണ്ട് കേരളത്തിന് ലാഭമില്ലെന്നും ആകെ ലാഭമുള്ളത് സതീശന് മാത്രമാണെന്നുമാണ് പൊതുജന സംസാരം. ഇവിടെയാണ് പ്രശസ്തമായ സീസറിന്റെ ഭാര്യ സംശയങ്ങൾക്ക് അതീതയായിരിക്കണമെന്ന പ്രയോഗത്തിന്റെ ഉപയോഗം വരുന്നത്. സതീശന്റെ അസമയത്തുള്ള പ്രത്യേക വിമാനത്തിലെ മംഗലാപുരം യാത്രയും അതിനോടനുബന്ധിച്ച് നാട്ടിൽ നടക്കുന്ന വിശകലനങ്ങളും നാടിനെ ദോഷം ചെയ്യുന്നത് തന്നെയാണ്. സതീശൻ കരിമണൽ സ്വകാര്യ മേഖലയ്ക്ക് കച്ചവടം ചെയ്യാൻ പോകുന്നുവെന്ന വാർത്ത അത് വന്ന ഉടനെ ജനങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷം അതിനെതിരെ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളെ മാനിച്ച് പൊതുമേഖലയായ കോൾ ഇന്ത്യക്ക് നൽകുവാനുള്ള നീക്കം അദ്ദേഹം പ്രഖ്യാപിച്ചു. യഥാർത്ഥത്തിൽ ഇത് തിരക്കഥ അനുസരിച്ച് നടക്കുന്ന കാര്യം തന്നെയാണെന്നാണ് വിലയിരുത്തുന്നത്. കോൾ ഇന്ത്യയുടെ മുഖ്യ സഹകാരിയാണ് അദാനി ഗ്രൂപ്പ്. ഇത് മുൻകൂട്ടി അറിയാവുന്ന കേന്ദ്ര സർക്കാരും സതീശൻ മുഖ്യമന്ത്രിയും ബോധപൂർവം പ്രൈവറ്റൈസ് ചെയ്യുന്നുവെന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ എതിർത്തപ്പോൾ പൊതുമേഖലാ സ്ഥാപനത്തിന് നൽകുന്നുവെന്നാക്കി മാറ്റി. അപ്പോൾ പരാതിക്ക് അവസരം ഉണ്ടാവുകയില്ല. കൂട്ടിയാലും കുറച്ചാലും കുടിച്ചാലും ഹരിച്ചാലും ലാഭം അദാനിക്ക് തന്നെ. എന്തിനാണ് സതീശ ഈ പ്രഹസനം? ആമ്പിള്ളേര് മുഖ്യമന്ത്രി സ്ഥാനം അടിച്ചുകൊണ്ട് പോകാതിരിക്കുവാൻ കൂടെ നിന്ന് നിങ്ങളെ മുഖ്യമന്ത്രിയാക്കിയതിനാണോ നിങ്ങൾ കേരളത്തിനിട്ട് ഈ പണി മുഴുവൻ പണിയുന്നതെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. ഇവിടെ നടക്കുന്നത് കൃത്യമായ കച്ചവടം തന്നെയാണ്. കഷ്ടപ്പെട്ട് മുഖ്യമന്ത്രിയാക്കിയ ജനത്തിനും സംസ്ഥാനത്തിനും പ്രയോജനമില്ലാതെ ആർക്കൊക്കെയോ മാത്രം പ്രയോജനമുള്ള ഒരു ഇടപാടിന് കുടപിടിക്കുകയാണ് സതീശൻ ഇവിടെ ചെയ്യുന്നതെന്നാണ് മുഴുവൻ ആരോപണവും. ഇത് ശരിയല്ല സതീശ. ഈ രീതിയാണ് താങ്കളുടെ പോക്കെങ്കിൽ നാളുകൾ എണ്ണപ്പെടാൻ അധികം ദിവസം വേണ്ടി വരികയില്ല. ഇപ്പോൾ നടത്തുന്ന ചെറിയൊരു കൊയ്ത്ത് ഉത്സവം എന്ന് പറയുന്നത് GP-മാരുടെ നിയമനമാണ്. 2011 കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് മൂന്നാം കക്ഷിയായ കേരള കോൺഗ്രസിന് 35 GP-മാർ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് കേവലം 10-ൽ താഴെ മാത്രം GP-മാരാണുള്ളത്. മുഴുവൻ GP-മാരെയും സതീശന്റെ ഏതോ ഒരു കോക്കസിലിരുന്ന് നിശ്ചയിച്ച് AG-യെ കൊണ്ട് ഒപ്പിടിക്കുകയാണ്. ഒരു GP-ക്ക് അടിസ്ഥാന വില നിശ്ചയിച്ചിരിക്കുന്നത് 15 ലക്ഷം രൂപയാണെന്ന് പൊതുജനം അടക്കം പറയുന്നു. അങ്ങനെയാണ് സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഉയരുന്ന ആരോപണം. സതീശനുമായി അടുപ്പമുള്ള ഈ കച്ചവടത്തിൽ KC വേണുഗോപാലിന്റെയോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെയോ അല്ലെങ്കിൽ മറ്റ് പാർട്ടി ഗ്രൂപ്പുകളുടെയോ അംഗങ്ങളായിട്ടുള്ള കോൺഗ്രസ്സുകാരെ അടുപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല, പാർട്ടിക്ക് വേണ്ടി അടിയും ഇടിയും പുളിയും ഒക്കെ കുടിച്ച് നടന്ന ഒറ്റ കോൺഗ്രസ്സുകാരന് പോലും GP സ്ഥാനം ലഭിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാശ് കയ്യിലില്ലാത്തവന് എന്ത് GP സ്ഥാനം അല്ലേ? സതീശ, ഇത് സത്യസന്ധമായ പ്രവൃത്തിയല്ല. നിങ്ങൾ കോൺഗ്രസ്സുകാരോട് ഇങ്ങനെ കാണിക്കരുത്. 10 വർഷം കാത്തിരുന്നിട്ട് കോൺഗ്രസ്സുകാർക്ക് കിട്ടിയ ഒരു അവസരം 30 വെള്ളിക്കാശിന് വേണ്ടി നിങ്ങൾ വിറ്റ് തുലയ്ക്കരുത്. കേരളത്തെ നിങ്ങൾ ഇറച്ചിയും എല്ലും തൊലിയും കൊമ്പുമായി വിറ്റ കാശുമായി കടക്കാനാണ് നീക്കമെങ്കിൽ അത് ഈ കേരളത്തിലെ പ്രബുദ്ധരായ ജനം അനുവദിക്കുകയില്ല. നിങ്ങളെ ആ സ്ഥാനത്ത് കയറ്റിയിരുത്തുവാൻ വേണ്ടി രാവകൽ അധ്വാനിക്കാൻ അറിയാമെങ്കിൽ അവിടുന്ന് വലിച്ച് താഴെ ഇറക്കുവാനും ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാമെന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം. അഹങ്കാരമാണ് നിങ്ങളുടെ മറ്റൊരു മുഖമുദ്ര. ലേശം അഹങ്കാരം ഭൂഷണമാണ്, അത് വേണം. എങ്കിലും അഹങ്കാരത്തിനൊപ്പം ധിക്കാരം കൂടി വന്നാൽ അത് ദോഷം ചെയ്യും. അല്ലെങ്കിൽ പിന്നെ കുട്ടനാട് MLA-യോട് ഇതുപോലത്തെ പണി നിങ്ങൾ കാണിക്കും. നിയമസഭയെ അവഹേളിക്കുക അല്ലേ നിങ്ങൾ ചെയ്തത്? നിങ്ങളൊരു മുഖ്യമന്ത്രിയാണ്. അല്ലാതെ 1-ാം ക്ലാസ്സിലെയോ 2-ാം ക്ലാസ്സിലെയോ പിള്ളേർ പറയുന്നത് പോലെ ഞാനത് കൊടുക്കുകയില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശമാണുള്ളത്?
അങ്ങനെ നിങ്ങൾക്ക് പറയണമായിരുന്നുവെങ്കിൽ പരസ്യമായി തന്നെ നിയമസഭയിൽ പറയാമായിരുന്നു. ജനങ്ങൾക്കൊന്ന് മനസ്സിലായി. ഇതാണ് യഥാർത്ഥ വി ഡി സതീശൻ. അഹങ്കാരിയും ധിക്കാരിയും ധാർഷ്ട്യക്കാരനുമായ സതീശൻ. നിങ്ങളുടെ വിശ്വരൂപം പുറത്തു കൊണ്ടുവന്ന മൈക്കിനിരിക്കട്ടെ ഇന്നത്തെ കുതിരപ്പവൻ. മൈക്ക് ചതിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചില്ല അല്ലേ? പണ്ട് പിണറായിയെ ഇതുപോലെ മൈക്ക് ചതിച്ചിട്ടുണ്ട്. ചതി വരുന്നതേ ഉള്ളൂ സതീശ. അത് ഏതു വഴിക്ക് വരുമെന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഈ ധിക്കാരവും അഹങ്കാരവും നിങ്ങളെ കൊണ്ടേ പോകൂ. അതിന് യാതൊരു സംശയവും വേണ്ട.